ഹലോ എവരിബഡി, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. രാവിലെ ചുമ്മാ ജിമ്മിയായിട്ടൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്, ഞാനും അനിയനും കൂടി. ഏകദേശം 1 മന്തായി വണ്ടി എടുത്തിട്ട്. കിലോമീറ്റർ ആയിട്ടില്ല, സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു 1 മന്തിൻ്റെ. അപ്പോൾ ആകെ 150 കിലോമീറ്ററാണ് ഞാൻ ഓടിയിട്ടുള്ളത്. അങ്ങനെ വണ്ടി സർവീസ് ബുക്ക് ചെയ്ത് തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ സായി സർവീസിലാണ് ഞാൻ ഫസ്റ്റ് സർവീസ്. അർജുനെ വിളിച്ച് പറഞ്ഞ് ഡേറ്റ് എടുത്തു. ഏകദേശം 3 മണിയോടെ വണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാനത് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സായി സർവീസിലാണ് ഞാനുള്ളത്. നമ്മുടെ വണ്ടി രാവിലെ കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും വേറൊരു ജിമ്നി ഓണറെ പരിചയപ്പെടാൻ പറ്റി. പുള്ളി കൊല്ലത്തുനിന്ന് സർവീസിന് വന്നതാണ്. അപ്പോൾ പുള്ളിയുടെ വണ്ടി ഏകദേശം 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ വിശേഷങ്ങളും നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് വണ്ടി സർവീസ് കഴിഞ്ഞ് ഇവിടെ എടുക്കാൻ വന്നപ്പോഴേക്കും ഒരു ഗ്രീൻ കളറും ഒരു ബ്ലാക്ക് കളറും ഉണ്ടായിരുന്നു, നമ്മുടെ വണ്ടി റെഡും. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു കളറും കൂടി ബാക്കിയുണ്ടല്ലേ, നെക്സാ ബ്ലൂവും ബ്ലാക്കും. ബ്ലാക്ക് പോയി, അപ്പോൾ വൈറ്റും ഉണ്ട്. അപ്പോൾ അതെ, സർവീസ് കഴിഞ്ഞ് എടുത്തതിൻ്റെ നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ വിശേഷങ്ങളും പിന്നെ ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഹാരിസിൻ്റെ വണ്ടി ഏകദേശം 38,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അപ്പോൾ അർജുൻ, നമ്മുടെ ഫസ്റ്റ് സർവീസിൽ നമ്മുടെ വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമലുള്ള കാര്യങ്ങൾ, ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് അതുണ്ടായിരുന്നു. പിന്നെ PDA ചെയ്തതിന്റെ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സർവീസ് വരുന്നത് നമുക്ക് 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസത്തിലെ വരുന്നത്. 6 മാസത്തിൽ. അത് കഴിഞ്ഞിട്ട് തേർഡ് സർവീസ് വരുന്നത് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറിൽ. ഓക്കെ ഓക്കെ. അതൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇയർലി സർവീസ് 10,000 കിലോമീറ്റേഴ്സിൽ വരുന്നത്. അതല്ല, ഇപ്പൊ നിലവിൽ ഇത്രയും കിലോമീറ്റർ ഇപ്പൊ നമുക്ക് അവിചാരിതമായിട്ടാണ് ഹാരിസിനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടത്. ഇത്രയും കിലോമീറ്ററിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനും പറ്റും. അപ്പോൾ ഹാരിസ്, വെൽക്കം ടു ദ വീഡിയോ. ഇത് ഓട്ടോമാറ്റിക് ആൽഫ അല്ലേ? ആൽഫയാണ്. 30,000 കിലോമീറ്റർ ഓടി. ചെയ്തേക്കണ അപ്ഗ്രേഡുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പോൾ BMC ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ത്രോട്ടിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിക്കാം കുറച്ച്. പിന്നെ ലിഫ്റ്റ് ചെയ്തേക്കണം അല്ലേ? ഞാനത് നമ്മുടെ ഒരു ഇതായിട്ട് നമ്മൾ ലിഫ്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു ലിഫ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. എത്ര ഇഞ്ചാ ലിഫ്റ്റ് ചെയ്താ? ഞാൻ 2 ഇഞ്ചാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇതാണ് BMC ഫിൽറ്ററിന്റെ ഇൻടേക്കറും ചെയ്തേക്കുന്നത്. പിന്നെ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? BMC ഫിൽറ്റർ സ്റ്റോക്ക് ടൈപ്പ് ഫിൽറ്റർ വെച്ചേക്കുന്നത്. വേറെ ഓയിൽ റീപ്ലേസ്മെന്റ് വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ ഓക്കെ. ഇതാണ് ത്രോട്ടിൽ ബോഡി കൺട്രോളിന്റെ യൂണിറ്റ് അല്ലേ? ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ത്രോട്ടിൽ ബോഡി കൺട്രോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഈ ക്ലാഡിംഗ് ഒക്കെ നമ്മൾ എടുത്തപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ പെയിന്റ് ചെയ്തതാണ്. സിൽവർ ആണ് ഞാൻ എല്ലാത്തിനും. ഒരു ബ്ലാക്ക് ആയതിനെ കൊണ്ട് അത് മാച്ച് ചെയ്യാൻ. അങ്ങനെ എന്താ അഭിപ്രായം ഒരു 30,000 കിലോമീറ്റർ യൂസ് ചെയ്തതിന്റെ? പേഴ്സണലി നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും സാധാരണ ഒരു വണ്ടിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫണ്ണാണ് വണ്ടി. എന്റെ യൂസേജ് അതിൻ്റെ അത് നടക്കുന്നുണ്ട്. പിന്നെ മൈലേജിന്റെ കേസിലാണ് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടത്. കാര്യങ്ങളിലൊക്കെയാണ് ഒരു എബൌട്ട് 10 ഒക്കെ ആണ് കിട്ടുന്നത്. ഹൈവേയിലാകുമ്പോൾ ഒരു 12 to 13 ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിലവിൽ 30,000 ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഇവിടുത്തെ സർവീസ് ബെറ്റർ ആണ്. ഞാൻ ഇപ്പൊ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സർവീസ് ആണ് അർജുൻ ബ്രോ ചെയ്യുന്നത്. അതെ. എന്നെ പിന്നെ നമ്മുടെ അമൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോ ആണ് എന്നെ ഇവിടെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആ ബ്രോ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പുള്ളി 100% എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ ഞാനും വണ്ടി എടുത്തപ്പോഴേക്കും അർജുനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അർജുന എന്റെ അടുത്ത് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, എന്റെ വണ്ടി കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതേപോലെ നമുക്ക് അപ്പൊ ഞാൻ സർവീസിന്റെ കേസ് തന്നെ ഞാൻ പോപ്പുലറിൽ നിന്നാണ് വണ്ടി എടുത്തത്. എനിക്ക് ഈ കളറ് ആദ്യം കിട്ടിയില്ലായിരുന്നു. അപ്പൊ പിന്നെ പോപ്പുലറിൽ നിന്ന് എടുത്തെങ്കിലും ഞാൻ ഇനിയുള്ള സർവീസുകളും കാര്യങ്ങളെല്ലാം എന്തായാലും അർജുനെ തന്നെയാണ്. ബേസിക്കലി പുള്ളിയായിട്ട് ഫോണിലായിരുന്നു കോൺടാക്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോഴും പുള്ളിയുടെ ഒരു ബിഹേവിയർ എനിക്ക് അങ്ങനെ തന്നെയാണ് അതിന്റെ അകത്ത് കിട്ടുന്നത്. നമ്മുടെ അർജുൻ പൊളിയല്ലേ? അപ്പൊ എന്തെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മിയുടെ അല്ല, നമ്മുടെ മാരുതി ലൈനപ്പിൽ എന്ത് വേണമെങ്കിലും അർജുനെ കോൺടാക്ട് ചെയ്തോ. അർജുന്റെ സർവീസ് സെന്റർ വരുന്നത് ഇരുമ്പനം തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിലാണ്. ഞാൻ നമ്പർ അടിയിലൊന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പം നമ്മള് കിങ് പിൻ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് വോബ്ലിംഗ് ഉണ്ടായിരുന്നു. നോർമലില് ഒരു 80 എബോ ഒക്കെ നമ്മൾ പോകുമ്പോൾ വണ്ടിക്ക് വോബ്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കിങ് പിൻ അതിന്റെ അകത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ പോയായിരുന്നു. അപ്പൊ ഓൾറെഡി നമുക്ക് ആ വോബ്ലിംഗ് ഫുള്ളി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. 80 കിലോമീറ്റർ സ്പീഡിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്റ്റിയറിംഗ് വോബ്ലിംഗ് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബ്രോന്റെ ഒരു വാറണ്ടിയിൽ 4 കിങ് പിന്നും 2 ബ്രേക്ക് ഡിസ്കും മാറിയിട്ടുണ്ട്. അതിപ്പോ ജിമ്മിക്ക് ഒരുപാട് പേര് പറയുന്ന ഒരു റീകോൾ ഉണ്ടായിരുന്നു. ചില വണ്ടികൾക്ക് കംപ്ലൈന്റ് ഉള്ള വണ്ടികൾക്ക് നമുക്ക് മാറിവിടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വേറെ എന്തെങ്കിലും ബോഡി കൺട്രോൾ എവിടെ ഇരിക്കണേ? ഇവിടെ ഇരിപ്പുണ്ട്. ആ യൂണിറ്റ് സൂം ചെയ്ത് അങ്ങ് എടുത്താൽ
അതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി കൺട്രോൾ. ഏകദേശം എത്ര രൂപ വരുന്നത്? അതൊരു എബൌട്ട് 20,000 അല്ലേ വെച്ചിട്ട് റെസ്പോണ്ടിങ് അടിപൊളിയാണ്. വെബ്സൈറ്റ് അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ഉണ്ട്. ATക്ക് ഇത് മസ്റ്റ് ആയിട്ട് വേണം, എങ്കിലേ മാനുവൽ. ഞാനിപ്പോ ഇന്ന് ഓടിച്ചു നോക്കിയപ്പോ അതിന്റെ അകത്ത് കുറെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മള് CNG ചെയ്തിട്ടുണ്ട്. CNG എത്ര ലിറ്ററിന്റെ ടാങ്ക് ചെയ്തേക്കണം? 8 ലിറ്ററിന്റെയും അതില് ബ്ലാക്ക് വണ്ടിയിൽ ആരിസ്ബ്രോന്റെ വണ്ടിയിൽ 9 ലിറ്ററിന്റെ ടാങ്ക വന്നേക്കുന്നത്. ലോവാറ്റന്റെ സ്റ്റേജ് 2 കിറ്റാ ചെയ്തേക്കുന്നത്. 2 വണ്ടിയിലും ചെയ്തേക്കുന്നത് ലോവാറ്റന്റെ കിറ്റാ ചെയ്തേക്കുന്നത്. എക്കണോമിയാണ്. നമുക്ക് ഏകദേശം കോസ്റ്റ് 50%ഓളം ഫ്യൂൽ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ആകെ ഒരു ഡ്രോബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ ആ ഡിക്കി സ്പേസ് ഇത്ര നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് കാരിയറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ലാതെ പൊക്കോളും. പിന്നെ ഇതിൽ ചെയ്തേക്കുന്നത് ഈ നമ്മുടെ G-Wagon ഇൻസ്പയർഡ് സ്പോയിലേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇത്. ടയർ നമ്മൾ ചെയ്തേക്കണ സെയിം പ്രൊഫൈൽ തന്നെയാണ്. 215 ആണ് ചെയ്തേക്കണം. എനിക്ക് തോന്നുന്ന ഞാൻ 235 ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. ഇത്തിരി ഒരു ബെറ്റർ ഓപ്ഷൻ ഈ 215 തന്നെയാണ്. വണ്ടി പവറിനെ ബാധിക്കുന്നില്ല, മൈലേജും ഹാൻഡ്ലിങ്ങും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ സ്നോർക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇതൊക്കെയാണ് ഇതിൽ ചെയ്തേക്കണ അപ്ഗ്രേഡ്. ഫുൾ ബോഡി ഡാമ്പിങ്. റൂഫ് ചെയ്തിട്ടുണ്ടോ? ഡാമ്പിങ് ഡോറുകളെല്ലാം. സ്പീക്കർ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് ചെയ്തിട്ട് സ്പീക്കർ നമുക്ക് ഈ മ്യൂസിക്കിന്റെ ക്വാളിറ്റി ബെറ്റർ ആയിട്ടുണ്ടോ? അതെ ശരിയാണ്. ഒരു പ്രീമിയം ഫീൽ കിട്ടും. പിന്നെ നമ്മുടെ അർജുൻ ബ്രോയുടെ വണ്ടിയിൽ അത്യാവശ്യം എല്ലാ മറ്റേ വണ്ടികളുടെ കളർ നമുക്ക് ഇതിൽ അവൈലബിൾ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ അർജുൻ ബ്രോ വണ്ടിയുടെ എല്ലാ കളറുകളും നമുക്ക് ഇതിൽ ഡെമോ കാണിക്കാൻ പാകത്തിന് അർജുൻ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് സർവീസിൻ്റെ വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വണ്ടി കൂടി കണ്ടുകൊണ്ട് നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. ഈ വണ്ടിയുടെ നമുക്ക് ഒരു തനിയായിട്ടൊരു വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ലോട്ട്. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. അപ്പോൾ പുതിയ ജിമ്മിയുടെ വീഡിയോകളും യാത്രാ വീഡിയോകളും എല്ലാം നമ്മുടെ പുറകെ വരുന്നതാണ്. താങ്ക് യു.